പ്രവാസ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അതുപോലെ മാറി മാറി വരുന്ന നിയമങ്ങളും നേരത്തെ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. അടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാൻ മറക്കേണ്ട. നമസ്കാരം. ഒമാൻ വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് മാർച്ച് 22. പ്രധാന വാർത്തകൾ. യുദ്ധത്തിന്റെ കെടുതിയും ദുരിതവും അനുഭവിക്കുന്ന ഫലസ്തീൻ ജനതയ്ക്ക് വേണ്ടി റമസാനിൽ കൂടുതൽ കാരുണ്യങ്ങൾ പ്രതീക്ഷിച്ച് ഒമാൻ ചാരിറ്റബിൾ ഓർഗനൈസേഷൻ. വിദ്യാർത്ഥികൾ ഉൾപ്പെടെ നിരവധി പേരാണ് സംഭാവനകളുമായി കഴിഞ്ഞ ദിവസങ്ങളിൽ OCO ആസ്ഥാനം സന്ദർശിച്ചത്. വിശുദ്ധ മാസത്തിൽ കൂടുതൽ തുക സമാഹരിച്ച് ഫലസ്തീനിലെ കുരുന്നുകളടങ്ങുന്ന സമൂഹത്തിന് സഹായമൊരുക്കാനാണ് അധികൃതരുടെ ശ്രമം. പ്രവാസികൾക്കുൾപ്പെടെ സഹായങ്ങളിലൂടെ ഫലസ്തീൻ ജനതയുടെ കണ്ണീരൊപ്പുന്നതിന്റെ ഭാഗമാകാം. ഫലസ്തീനികൾക്ക് സഹായമെത്തിക്കുന്നതിന് ഒമാൻ ചാരിറ്റബിൾ ഓർഗനൈസേഷൻ നടത്തിവരുന്ന ഫണ്ട് സമാഹരണം തുടരുകയാണ്. പൊതുജനങ്ങളെ കൂടി പങ്കാളികളാക്കിയാണ് സഹായമെത്തിക്കുന്നത്. സ്വദേശികളിൽ നിന്നും പ്രവാസികളിൽ നിന്നും ഉൾപ്പെടെ തുക സ്വീകരിച്ച് ഫലസ്തീൻ ആവശ്യമായ സഹായങ്ങൾക്കായി ഉപയോഗപ്പെടുത്തും. തൊഴിൽ നിയമലംഘനവുമായി ബന്ധപ്പെട്ട് നിരവധി വിദേശികളെ തൊഴിൽ മന്ത്രാലയം അറസ്റ്റ് ചെയ്തു. വ്യത്യസ്ത ഗവർണറേറ്റുകളിലെ വിവിധ വിലായത്തുകളിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ നടത്തിയ പരിശോധനയിലാണ് ഇവർ അറസ്റ്റിലായതെന്ന് മന്ത്രാലയം അറിയിച്ചു. ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് ലേബർ സംയുക്ത പരിശോധനാ സംഘത്തിന്റെ നേതൃത്വത്തിലായിരുന്നു നിയമലംഘകർക്കായുള്ള പരിശോധന. പ്രതികൾക്കെതിരെ നിയമ നടപടികൾ സ്വീകരിച്ചു. വടക്കൻ ബാത്തിന ഗവർണറേറ്റിൽ അനധികൃതമായി രാജ്യം വിടാൻ ശ്രമിച്ച വിദേശികളെ പോലീസ് അറസ്റ്റ് ചെയ്തു. വടക്കൻ ബാത്തിന പോലീസ് കോസ്റ്റ് ഗാർഡ് പരിശോധനയിലാണ് ബോട്ടിൽ കടന്നുകളയാൻ ശ്രമിക്കുന്നതിനിടെ 22 പ്രവാസികളെ പിടികൂടിയത്. പ്രതികൾ ഏഷ്യൻ രാജ്യക്കാരാണെന്നും ഇവർക്കെതിരെ നടപടി സ്വീകരിച്ചതായും പോലീസ് അറിയിച്ചു. ഫാക്കുർബ ക്യാമ്പയിന് സാമ്പത്തിക പിന്തുണയുമായി ഒമാൻ ചാരിറ്റബിൾ ഓർഗനൈസേഷൻ. ഒമാനി സമൂഹത്തിലെ വ്യക്തികളുടെയും സ്ഥാപനങ്ങളുടെയും അകമഴിഞ്ഞ പിന്തുണയാണ് ഫാക്കുർബ പദ്ധതിയുടെ വിജയത്തിന് പിന്നിലെന്ന് അധികൃതർ വ്യക്തമാക്കി. പിഴ അടയ്ക്കാൻ പണമില്ലാതെ ചെറിയ കുറ്റകൃത്യങ്ങൾക്ക് ജയിൽവാസം അനുഭവിക്കുന്നവർക്ക് മോചനം സാധ്യമാക്കുന്നതാണ് ഫാക്കുർബ പദ്ധതി. 2012 ആരംഭിച്ച പദ്ധതിയിൽ ഇതിനോടകം ഗുണഭോക്താക്കളായത് 5890 തടവുകാരാണ്. ജനങ്ങളിൽ നിന്ന് പണം സ്വരൂപിച്ചാണ് മോചനത്തിനുള്ള വഴി കണ്ടെത്തുന്നത്. പദ്ധതിയുടെ 11ാം പതിപ്പാണ് ഈ വർഷം നടക്കുന്നത്. പേര് വിവരങ്ങൾ വെളിപ്പെടുത്താത്ത വ്യക്തിയുടെ കാരുണ്യത്തിൽ തടവുകാർക്ക് കഴിഞ്ഞ ദിവസം മോചനം സാധ്യമായിരുന്നു. 8 വർഷത്തിനിടെ 100 കണക്കിന് പേരാണ് സ്വദേശിയുടെ കാരുണ്യത്തിൽ ജയിൽ മോചനം നേടി ജീവിത സന്തോഷങ്ങളിലേക്ക് തിരികെ വന്നത്. ഇബ്രി ഇന്ത്യൻ സ്കൂളിൽ പുതിയ അധ്യയന വർഷം ട്യൂഷൻ ഫീ വർദ്ധിപ്പിക്കാനുള്ള സ്കൂൾ മാനേജ്മെന്റ് കമ്മിറ്റി തീരുമാനത്തിനെതിരെ പ്രതിഷേധവുമായി രക്ഷിതാക്കൾ. KG മുതൽ 8 വരെയുള്ള ക്ലാസുകളിൽ പ്രതിമാസം 2 റിയാൽ വീതമാണ് ഫീസ് വർദ്ധിപ്പിച്ചിരിക്കുന്നത്. ഇത് സംബന്ധിച്ച് പ്രിൻസിപ്പൽ കഴിഞ്ഞ ദിവസം രക്ഷിതാക്കൾക്ക് സർക്കുലർ കൈമാറിയിരുന്നു. ഇതിന് പിന്നാലെയാണ് രക്ഷിതാക്കൾ സംഘടിച്ച് പ്രതിഷേധം രേഖപ്പെടുത്തിയത്. ഫീസ് വർധന, അടിസ്ഥാന സൗകര്യങ്ങളുടെ അഭാവം, പിഴ ഈടാക്കൽ കാലാവധി തുടങ്ങിയ വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് രക്ഷിതാക്കൾ സ്കൂൾ മാനേജ്മെന്റിനെ പ്രതിഷേധം അറിയിച്ചത്. 50-ൽ പരം രക്ഷിതാക്കൾ പ്രതിഷേധത്തിൽ പങ്കെടുത്തു. ചെറുകിട ജോലികൾ ചെയ്തു കഴിയുന്ന ഒരുപാട് രക്ഷിതാക്കളുള്ള ഇബ്രി ഇന്ത്യൻ സ്കൂളിൽ കൊണ്ടുവന്ന ഫീസ് വർധന കുട്ടികളുടെ പഠനം മുടക്കുന്നതാണെന്ന് രക്ഷിതാക്കൾ പറഞ്ഞു. അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്താതെയാണ് ഫീസ് വർദ്ധിപ്പിച്ചതെന്നും മാനേജ്മെന്റിന്റെ നടപടിയോട് കടുത്ത അതൃപ്തിയാണ് ബഹുഭൂരിപക്ഷം രക്ഷിതാക്കൾക്കുള്ളതെന്നും പ്രതിനിധികൾ പറഞ്ഞു. രക്ഷിതാക്കളുടെ പരാതി സ്കൂൾ പ്രിൻസിപ്പലിന് കൈമാറി. ഫീസ് വർധന പിൻവലിക്കും വരെ പ്രതിഷേധം തുടരുമെന്നും രക്ഷിതാക്കൾ വ്യക്തമാക്കി. മസ്കത്തിൽ നിന്ന് കണ്ണൂരിലേക്ക് എയർ ഇന്ത്യ എക്സ്പ്രസ് വീണ്ടും സർവീസ് വർദ്ധിപ്പിക്കുന്നു. ഏപ്രിൽ 1 മുതൽ ആഴ്ചയിൽ 5 ദിവസം സർവീസ് നടത്തും. ഇതിനിടെ മസ്കത്തിൽ നിന്നും തിരുവനന്തപുരത്തേക്കുള്ള സർവീസുകൾ പ്രതിദിന സർവീസുകളായി ഉയർത്തുകയും ചെയ്തിട്ടുണ്ട്. പെരുന്നാളിന് നാടണയാനിരിക്കുന്ന പ്രവാസി മലയാളികൾക്ക് അധിക സർവീസുകൾ ഏറെ ഗുണം ചെയ്യും. മസ്കത്തിൽ നിന്ന് കണ്ണൂരിലേക്ക് തിങ്കൾ, ചൊവ്വ, വ്യാഴം, വെള്ളി, ശനി ദിവസങ്ങളിലാണ് സർവീസ് നടത്തുക. തിങ്കൾ, ചൊവ്വ, ശനി ദിവസങ്ങളിൽ രാവിലെ 9:45 മസ്കത്തിൽ നിന്ന് പുറപ്പെട്ട് ഉച്ചയ്ക്ക് ഇന്ത്യൻ സമയം 2:45 കണ്ണൂരിലെത്തും. വ്യാഴാഴ്ച രാവിലെ 7:35 പുറപ്പെട്ട് ഉച്ചയ്ക്ക് 12:30 കണ്ണൂരിലെത്തും. വെള്ളിയാഴ്ച പുലർച്ചെ 3:20 പുറപ്പെടുന്ന വിമാനം 8:15 കണ്ണൂരിൽ ലാൻഡ് ചെയ്യും. കണ്ണൂരിൽ നിന്ന് തിങ്കൾ, ചൊവ്വ, ശനി ദിവസങ്ങളിൽ കാലത്ത് 6:45 പുറപ്പെടുന്ന വിമാനം പ്രാദേശിക സമയം 8:45 മസ്കത്തിലെത്തും. വെള്ളിയാഴ്ച രാത്രി 12:20 പുറപ്പെട്ട് 2:20 മസ്കത്തിലെത്തും. തിരുവനന്തപുരത്തേക്കുള്ള എയർ ഇന്ത്യ എക്സ്പ്രസ് എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:15 മസ്കത്തിൽ നിന്ന് പുറപ്പെട്ട് വൈകുന്നേരം 5:40 തിരുവനന്തപുരത്തെത്തും. രാവിലെ 8:30 തിരുവനന്തപുരത്ത് നിന്ന് പുറപ്പെടുന്ന വിമാനം 11 മണിക്ക് മസ്കത്തിൽ ലാൻഡ് ചെയ്യും. മിക്ക റൂട്ടുകളിലും നിലവിൽ കുറഞ്ഞ നിരക്കിൽ ടിക്കറ്റുകൾ ലഭ്യമാണ്. പെരുന്നാളാകുന്നതോടെ നിരക്കുയരും. സലാം എയറിലും കുറഞ്ഞ നിരക്കിൽ ടിക്കറ്റുകൾ നിലവിൽ ലഭ്യമാണ്.
കൈരളി മത്രയുടെ നേതൃത്വത്തിൽ മത്ര സൂക്കിൽ സംഘടിപ്പിച്ച സമൂഹ നോമ്പുതുറ ശ്രദ്ധേയമായി. സമൂഹത്തിന്റെ നാനാതുറകളിലുള്ള എല്ലാ വിഭാഗം ജനങ്ങളും പങ്കെടുത്തു. ജാതിമത ഭാഷാ വ്യത്യാസമില്ലാതെ 2200 മുകളിൽ ആളുകൾ പങ്കെടുത്തു. കൈരളി മത്രയിലെ അംഗങ്ങളും സമൂഹ ഇഫ്താറുമായി സഹകരിച്ചു. സ്വദേശികളും വിദേശികളും പങ്കെടുത്ത സമൂഹ നോമ്പുതുറയിൽ സൂക്കിലെ മുഴുവൻ കച്ചവടക്കാരും അണിനിരന്നു. തെരുവിൽ വെച്ച് നടത്തിയ മത്സ്യക്കച്ചവടത്തിനെതിരെ നടപടിയുമായി ബുറൈമി നഗരസഭ 312 കിലോഗ്രാം മത്സ്യം പിടിച്ചെടുത്തു. ആരോഗ്യ സുരക്ഷാ മാനദണ്ഡങ്ങളും മറ്റു നിർദ്ദേശങ്ങളും ലംഘിച്ച് വ്യാപാരം നടത്തിയതിനെ തുടർന്നാണ് നടപടി. പൊതുസ്ഥലത്ത് പ്രദർശിപ്പിച്ച നിലയിലാണ് വലിയ തോതിൽ മത്സ്യം പിടിച്ചെടുത്തത്. മസ്കത്ത്, റമസാനിൽ അനധികൃത തെരുവ് കച്ചവടങ്ങൾ വ്യാപിച്ചതോടെ കർശന നടപടികൾ സ്വീകരിക്കുകയാണ് നഗരസഭാ അധികൃതർ. ഉപഭോക്താക്കൾ കൂടുതലായി തേടിയെത്തുന്ന ഉൽപ്പന്നങ്ങളാണ് വഴിയരികിൽ വെച്ച് കച്ചവടം തകൃതിയായി നടക്കുന്നത്. അധികൃത ലാബുകളിൽ പരിശോധനയ്ക്ക് വിധേയമാക്കാത്ത ഉൽപ്പന്നങ്ങളാണ് ഇത്തരത്തിൽ വിൽപ്പനയ്ക്കെത്തുന്നവയിൽ ഏറെയും. ഇത് ആരോഗ്യ പ്രശ്നങ്ങൾക്ക് ഇടവരുത്തുന്നതിനാലാണ് നഗരസഭ പരിശോധിക്കുന്നത്. അനുമതിയില്ലാതെ കച്ചവടം നടത്തുന്നവരാണ് ഇവരിൽ ഏറെയും. മത്സ്യം, പഴം, പച്ചക്കറികളാണ് ഇത്തരത്തിൽ വഴിക്കച്ചവടക്കാരിൽ നിന്ന് കൂടുതലായി ലഭിക്കുന്നത്. സുൽത്താൻ ഖാബൂസ് സ്റ്റേഡിയത്തിൽ നാട്ടുകാർക്ക് മുമ്പിൽ കാൽപന്ത് കൊണ്ട് വിസ്മയങ്ങൾ തീർത്ത് ചെമ്പട ഗ്രൗണ്ടിൽ നിറഞ്ഞാടിയപ്പോൾ ലോകകപ്പ് സ്വപ്നങ്ങളിലേക്ക് ഒരു പടി കൂടി അടുത്തു ഒമാൻ. ഗ്രൂപ്പ് ഡിയിൽ ശക്തരായ മലേഷ്യക്കെതിരെ 2 ഗോളുകളുടെ ജയം സ്വന്തമാക്കിയാണ് ഗ്രൂപ്പിലെ 1-ാം സ്ഥാനത്തേക്ക് ഉയർന്നത്. പുതിയ പരിശീലകൻ സിൽഹാവിയുടെ കീഴിലെ ആദ്യ അന്താരാഷ്ട്ര പോരാട്ടത്തിൽ ടീം പുറത്തെടുത്തത് മിന്നും പ്രകടനമാണ്. കളിയുടെ തുടക്കം മുതൽ മുന്നേറ്റങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചാണ് ഇരു ടീമുകളും കളി മെനഞ്ഞത്. താരങ്ങൾ തമ്മിലുള്ള മികച്ച പാസിങ്ങുകൾ കൊണ്ട് ഒമാൻ ടീം കളി പിടിക്കാൻ ശ്രമിച്ചപ്പോൾ കിട്ടിയ അവസരങ്ങൾ ഒമാൻ ഗോൾ മുഖത്തേക്ക് കുതിച്ചായിരുന്നു മലേഷ്യൻ ടീമിന്റെ ഗെയിം പ്ലാൻ. നിരവധി അവസരങ്ങൾ ഇരു ടീമുകൾക്കും ലഭിച്ചെങ്കിലും ആദ്യ മിനിറ്റുകളിൽ ഗോളൊന്നും പിറന്നില്ല. പ്രതിരോധ നിരയും ഗോൾ കീപ്പർമാരും ടീമുകൾക്ക് പ്രതിരോധക്കോട്ട കിട്ടി. എന്നാൽ 2-ാം പകുതിയുടെ ആദ്യ മിനിറ്റ് മുതൽ ആക്രമിച്ചു കളിച്ച ഒമാനെയാണ് കണ്ടത്. 58-ാം മിനിറ്റിൽ ഇത് ലക്ഷ്യം കാണുകയും ചെയ്തു. അലി അൽ ബുസൈദിയുടെ പാസിൽ ഇസാം അൽ സബിഹിയാണ് ഗോൾ നേടിയത്. വീണ്ടും മുന്നേറ്റത്തിലൂടെ മലേഷ്യൻ ഗോൾ മുഖം തുടർച്ചയായി വിറപ്പിച്ച ഒമാൻ പട 88-ാം മിനിറ്റിൽ 2-ാം ഗോൾ നേടി. അലി അൽ ബുസൈദിയുടെ തന്നെ അസിസ്റ്റിൽ മുഹ്സിൻ അൽ ഗസാനിയാണ് ഗോൾ നില 2-ആക്കി ഉയർത്തിയത്. ആമിറാത്ത് ഏരിയ KMCC വാദി ഹത്താത്ത് സൂക്കിൽ സംഘടിപ്പിച്ച ഇഫ്താർ സംഗമം ജനപങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായി. വിദേശികളും സ്വദേശികളും അടങ്ങുന്ന 100 കണക്കിന് ആളുകൾ ഇഫ്താറിന്റെ ഭാഗമായി. മസ്കത്ത് KMCC സെൻട്രൽ കമ്മിറ്റി ഭാരവാഹികളും വിവിധ ഏരിയകളിലുള്ള KMCC സുന്നി സെന്റർ ഭാരവാഹികളും പങ്കെടുത്തു. ആമിറാത്ത് KMCC ഭാരവാഹികൾ നേതൃത്വം നൽകി. ഇന്ത്യൻ എംബസിയിൽ ഓപ്പൺ ഹൗസ് ഇന്ന് നടക്കും. എംബസി ഹാളിൽ ഉച്ചയ്ക്ക് 2:30 ആരംഭിക്കുന്ന ഓപ്പൺ ഹൗസ് വൈകുന്നേരം 4 മണി വരെ തുടരും. അംബാസഡർ അമിത് നാരംഗും മറ്റു ഉദ്യോഗസ്ഥരും സംബന്ധിക്കും. ഒമാനിൽ താമസിക്കുന്ന ഇന്ത്യക്കാർക്ക് പരാതികളും സഹായങ്ങൾ ആവശ്യമുള്ള വിഷയങ്ങളും നേരിട്ട് എംബസി അധികൃതരെ അറിയിക്കാനാകും. മുൻകൂട്ടി അനുമതി നേടാതെയും ഓപ്പൺ ഹൗസിൽ പങ്കെടുക്കാം. കൊല്ലം സ്വദേശിയെ ഒമാനിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. ക്ലാപ്പന കൊച്ചുതറയിൽ ശങ്കരൻ മകൻ വിജയനാണ് ഇബ്രിയിൽ മരണപ്പെട്ട നിലയിൽ കണ്ടെത്തിയത്. 30 വർഷമായി ഒമാനിലെ ഇബ്രിയിൽ ഇലക്ട്രീഷ്യൻ ജോലി അനുഷ്ഠിച്ചു വരികയായിരുന്നു. ഇബ്രി ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുന്ന ഭൗതിക ശരീരം തുടർ നടപടികൾ പൂർത്തിയാക്കി നാട്ടിലേക്ക് കൊണ്ടുപോകുമെന്ന് ബന്ധപ്പെട്ടവർ അറിയിച്ചു. ഇതോടുകൂടി ഇന്നത്തെ വാർത്തകൾ ഇവിടെ പൂർണ്ണമാവുന്നു. കൂടുതൽ ഒമാൻ വാർത്തകളും വിശേഷങ്ങളുമായി നാളെ വീണ്ടും കാണാം. നമസ്കാരം.